കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുമെന്ന് മാതാപിതാക്കൾ ഭയപ്പെടുന്നതായി ഞങ്ങളുടെ മുംബൈ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. മകൻ്റെ ഭാവിയിൽ വല്ലാത്ത ആശങ്ക. ഈ പ്രസ്ഥാനം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹമെന്ന് മാതാപിതാക്കൾ. മറാഠി മാധ്യമത്തോടാണ് അവരുടെ പ്രതികരണമെന്ന് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഈ കോക്രോച്ച് വഴി മകൻ ജയിലിലായി പോകൂ എന്ന ഭയം തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കുണ്ടാകും. വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. SKN, വെരി ഗുഡ് മോർണിംഗ്. മാതാപിതാക്കൾ ആ ഒരു ഭയം ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങളോട്, മറാഠി മാധ്യമങ്ങളോട് പ്രകടിപ്പിക്കുകയാണ്. ഛത്രപതി സംഭാജി നഗറിലാണ് ഈ കുടുംബം ഉള്ളത്. മുംബൈയിൽ നിന്ന് ഒരല്പം ദൂരെയാണ് ഈ പ്രദേശം. ഈ മാതാപിതാക്കൾ പറയുന്നത് അനിത ദീപ്കെ ഒപ്പം പിതാവ് ഭഗവൻ ദീപ്കെ എന്നിവരാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് 2 or 3 മക്കളില്ല, ഒരേ ഒരു മകനേ ഉള്ളൂ. ആ മകൻ ഇങ്ങനെ പെട്ടെന്നൊരു പ്രശസ്തനായി, പക്ഷെ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. മകനെതിരെ ഗവൺമെന്റ്, സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പേടിയാണ്. മകന് നല്ലൊരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾ അവൻ്റെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുമെന്ന് പേടിയുണ്ട്. അവൻ്റെ ജീവനിൽ പോലും ഞങ്ങൾക്കിപ്പോൾ ഭയമുണ്ട്. അവൻ ജീവനോടെ ഇരിക്കുമോ എന്ന കാര്യത്തിൽ പോലും ഭയമുണ്ട് എന്ന് വരെ അനിത ദീപ്കയും ഭഗവൻ ദീപ്കയും പറയുന്നു. അതുകൊണ്ട് ഈ പ്രസ്ഥാനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് മകൻ സാധാരണ ജീവിതത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകണം എന്നതാണ്. മുൻപ് ആം ആദ്മി പാർട്ടിയിൽ മകൻ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അന്ന് കുറച്ചുകൂടി സുരക്ഷിതത്വം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോഴതില്ല എന്നതാണ് ഈ കുടുംബം പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളിൽ അവരുടെ ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, മകൻ ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായ ഒരു നീക്കം നടത്താൻ പാടില്ല. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് പോലും അപകടമാണ് എന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോഴുണ്ടായ വിവാദങ്ങൾ അവൻ്റെ ജീവന് പോലും ആപത്തായി മാറുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയുണ്ട്. മകനുമായി ഒരു തവണ സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോൾ മകൻ പറഞ്ഞത് ഞാൻ എല്ലാം ഒന്ന് വിശദമായി തിരിച്ചു പറയാം എന്നതാണ്. അഭിജിത്ത് അമ്മയോടാണ് പറഞ്ഞത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്ന സ്കെയിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.